ആദിവാസികളുടെ പരമ്പരാഗത രുചിക്കൂട്ടുകളായുള്ള വംശീയ ഭക്ഷണങ്ങളാണ് പൈതൃകോത്സവത്തിലെ പ്രധാന ആകർഷണം. ചുട്ട കോഴിയും ഞണ്ട് ഫ്രൈയുമെല്ലാം ആവശ്യാനുസരണം ലഭ്യം. ഏറെ ഔഷധ ഗുണമുള്ള റാഗി കൊണ്ടുള്ള വിവിധ വിഭവങ്ങളും മേളയിലുണ്ട്. റാഗി പക്കോട, റാഗി പഴംപൊരിയുമെല്ലാം പരമ്പരാഗത രുചി പകരുന്നവയാണ്. കൂടാതെ കപ്പയും ഇടിച്ചമ്പന്തിയും നാട്ടുകിഴങ്ങുകളുമുണ്ട് രുചിയൂറും വിഭവങ്ങളായി. 7 പച്ചമരുന്നുകൾ ചേർത്ത മരുന്ന് കാപ്പിയും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാട്ടുവൈദ്യന്മാരുടെ സ്റ്റോളുകളും ഹാൻഡ്മെയ്ഡായ കരകൗശല വസ്തുക്കളും മേളയിൽ സജ്ജം. ആദിവാസികളുടെ ഭക്ഷണരീതിയും സാംസ്കാരിക തനിമയും മുഖ്യധാരയിൽ എത്തിക്കുകയാണ് പൈതൃകോത്സവത്തിന്റെ ലക്ഷ്യം. അന്യം നിന്ന ഭക്ഷണങ്ങളും അന്യം നിന്ന് പോകുന്ന കലകളും അന്യം നിന്ന് പോകുന്ന അവരുടെ സാംസ്കാരിക പൈതൃകങ്ങളുമെല്ലാം പുറം ലോകത്തെ അറിയിക്കുകയും ഞങ്ങളുടെ കയ്യിൽ ഒരു ഭക്ഷണം ഇങ്ങനെയുണ്ട്, അത് പുറത്തെ ആളുകളെ അറിയിക്കാനും അതിൽ ഒരു വിപണനം നടത്തി വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ ലാഭം കിട്ടുന്ന ബിസിനസ്സുകൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കുകയും. തലക്കൽ ചന്തുവിന്റെ പോരാട്ട ചരിത്രമുറങ്ങുന്ന പനമരത്താണ് പൈതൃകോത്സവം തുടരുന്നത്. ആദിവാസികൾ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഉപകരണങ്ങളുടെ പ്രദർശനവുമുണ്ട് മേളയിൽ. രാത്രികളെ സമ്പന്നമാക്കാൻ വിവിധ കലാകാരന്മാരുടെ കലാപരിപാടികളും. ഈ മാസം 29-നാണ് പൈതൃകോത്സവം സമാപിക്കുക. എസ് വിനേഷ് കുമാർ, ഇന്ത്യ വിഷൻ, വയനാട്.